നമ്മളുടെ കൈവിരലുകൾ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുകയും എഴുതുകയും നമ്മളുടെ മൊബൈലിൽ ചെയ്യാറുണ്ടെങ്കിൽ ഇനി മുതൽ നമ്മൾക്ക് സ്റ്റൈലസ് ഉപയോഗിച്ച് വരയ്ക്കുകയും എഴുതുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഏറ്റവും വിലക്കുറവിൽ ഒരു സ്റ്റൈലസ് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. ഈ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വിരൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് സ്റ്റൈലസ് ഉപയോഗിച്ച് വരയ്ക്കുന്നതും അതുപോലെ തന്നെ എഴുതുന്നതുമെല്ലാം. എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഈ ഒരു സ്റ്റൈലസ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ ഒരു സ്റ്റൈലസ് ഉണ്ടാക്കുന്നതിനായി നിങ്ങൾക്ക് ആവശ്യം സ്കെച്ച് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ മഷി കഴിഞ്ഞ സ്കെച്ചോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമില്ലാതെ സ്കെച്ച് അവിടെയും ഇവിടെയും കടക്കുന്നത് കണ്ടാൽ തീർച്ചയായും ആ ഒരു സ്കെച്ച് ഇത് ഉണ്ടാക്കുന്നതിനായി ഉപയോഗപ്പെടുത്താം. സ്കെച്ചിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതിന്റെ മഷീനെ നമുക്ക് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ബാക്കിലത്തെ മൂടി ഒന്ന് തുറക്കേണ്ടതായിട്ടുണ്ട്. തുറന്നതിന് ശേഷം മഷി എടുക്കുക. മഷി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെച്ചിന്റെ മുൻവശത്തുള്ള അതിന്റെ ആ ഒരു നിബും ഇതും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നിബ് എടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ഒരു നിബ് നമുക്ക് ഈ ഒരു സ്കെച്ചിൽ നിന്നും വേർപെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്കെച്ചിനെ ഞാൻ 3 പാർട്ടാക്കി, അതായത് അതിന്റെ മുൻവശത്തുള്ള അതിന്റെ നിബും അതുപോലെ തന്നെ അതിന്റെ മഷിയും പിന്നെ സ്കെച്ചും, ഇങ്ങനെ 3 പാർട്ടാക്കി നമ്മൾ ഈ ഒരു സ്കെച്ചിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മഷിയും അതുപോലെ തന്നെ ഈ ഒരു നിബും. ഈ ഒരു നിബും മഷിയും നമ്മൾ എന്തിനാണ് പുറത്ത് എടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഷിയും അതുപോലെ തന്നെ ഈ ഒരു നിബും നമുക്ക് നന്നായി ഒന്ന് കഴുകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മഷി കഴിഞ്ഞ സ്കെച്ച് എടുക്കുകയാണെങ്കിലും ഏത് കളറാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു കളർ നിങ്ങൾക്ക് സ്കെച്ചിന്റെ മഷിയിലും അതുപോലെ തന്നെ നിബിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ തേച്ചുരച്ച് കഴുകേണ്ടതായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ ഈ ഒരു സ്കെച്ചിന്റെ മഷി വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ നിബും, നേരത്തെ നിങ്ങൾ സ്കെച്ചിന്റെ മഷിയും അതുപോലെ തന്നെ സ്കെച്ചിന്റെ നിബിന്റെയും കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാണ് ആ ഒരു സ്കെച്ചിന്റെ മഷിയും അതുപോലെ തന്നെ നിബും കഴുകിയതിന് ശേഷമുള്ള ഒരവസ്ഥ. നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യാസം മനസ്സിലാക്കാം. രണ്ടാമതായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോപ്പർ വയറാണ്. ഇത്തരം വയേഴ്സ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു വയർ എടുത്തതിന് ശേഷം ആ ഒരു വയറിനെ നിങ്ങൾ മുറിച്ച് പകുതിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ധാരാളമായി ചെമ്പ് കമ്പി കിട്ടുന്നതായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ചെമ്പ് കമ്പി നിങ്ങൾക്ക് എടുത്ത് ഈ ഒരു സ്റ്റൈലസ് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കാം. ഒരു വയറിനുള്ളിൽ നിന്നും എടുത്ത ഒരു ചെമ്പ് കമ്പിയാണ് ഇത്. ആദ്യമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ചിന്റെ മഷിന്റെ ഉള്ളിലോട്ട് ഈ ഒരു ചെമ്പ് കമ്പി ഇടണം. അതിനുശേഷം ചെമ്പ് കമ്പി ഇട്ട് വെച്ച ഈ ഒരു സ്കെച്ചിന്റെ മഷീനെ നമ്മൾ സ്കെച്ചിന്റെ ഉള്ളിലോട്ട് ഇടണം. സ്കെച്ചിന്റെ ഉള്ളിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെമ്പ് കമ്പി ചെറുതായി ഒന്ന് വളച്ച് സ്കെച്ചിന്റെ മുൻവശത്തുള്ള നിബ് വരെ അതിനെ താഴ്ത്തി കൊടുക്കുക. സ്കെച്ചിന്റെ മുൻവശത്ത് ചെറിയ ഓട്ടകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഈ ഒരു ചെമ്പ് കമ്പി നിങ്ങൾ ആ ഒരു ഓട്ടന്റെ ഉള്ളിലോട്ട് ഇടണം. ചെറുതായിട്ടൊന്ന് ചെമ്പ് കമ്പി വളച്ചതിന് ശേഷം ആ ഒരു ചെറിയ ഓട്ടന്റെ ഉള്ളിലോട്ട് ഈ ഒരു ചെമ്പ് കമ്പി ഇട്ട് നന്നായി ഒന്ന് വലിക്കണം. നല്ല ടൈറ്റ് ആയിരിക്കണം ഈ ഒരു ചെമ്പ് കമ്പി. അത് കാരണം കൊണ്ട് നന്നായി ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ നിബ് ഇതിന്റെ ഉള്ളിലോട്ട് ഇടണം. കുറച്ചൊന്ന് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സ്റ്റൈലസിന് നിബ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഒരു ചെമ്പ് കമ്പിനെ നമുക്ക് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ചെമ്പ് കമ്പി സ്കെച്ചിന്റെ ബാക്കിലെ മൂടി അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇട്ടതിന് ശേഷം മാത്രം സ്കെച്ചിന്റെ ബാക്കിലുള്ള ആ ഒരു മൂടി അടയ്ക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റൈലസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ സാധാരണ രീതിയിൽ ഒരു സ്റ്റൈലസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഇലക്ട്രിക് ചാർജസ് സ്റ്റൈലസ് വഴി സ്ക്രീനിലേക്ക് എത്തുമ്പോഴാണ് സ്റ്റൈലസ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്കെച്ചും ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് നമ്മളുടെ കയ്യിലുള്ള ഇലക്ട്രിക് ചാർജസ് എല്ലാം ഈ ഒരു ചെമ്പ് കമ്പി മുഖേന സ്ക്രീനിലേക്ക് പോകും. അങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റൈലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വരച്ച് കാണിച്ചു തരികയാണ്. ഈ ഒരു സ്റ്റൈലസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈനുകൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്റ്റൈലസ് എന്നത്. വളരെ ചീപ്പായി ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈലസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ വീഡിയോസിനെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദിൽ അനീസ്. ബൈ.